എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റാണ്. അപ്പോൾ ചിക്കൻ റോസ്റ്റ് നമ്മൾ പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. എന്നാൽ ഇതിലും സിമ്പിളായിട്ട് നമുക്ക് ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. എന്നാലോ ടേസ്റ്റിലാണെങ്കിൽ ഒരു കോംപ്രമൈസും ഇല്ല, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ചെറിയ തീയിലിട്ടിട്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. നമ്മൾ ഈ ചിക്കൻ റോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ഒറ്റ പാത്രത്തിലാട്ടോ റെഡിയാക്കാൻ പോകുന്നത്. പിന്നെ പൊടികൾ റോസ്റ്റ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വെച്ചിട്ടുള്ള അളവാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് ഞാനിതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാലയും അതേപോലെ തന്നെ നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഗരം മസാലയൊക്കെ നമ്മൾ ആദ്യം റോസ്റ്റ് ചെയ്തിട്ടാണല്ലോ തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുളക് പൊടിയൊക്കെ ചേർത്തപ്പോൾ അത് ചേർക്കാതിരുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ തീ ഓൺ ചെയ്തിട്ടില്ല, തീ ഓഫാണ്. തീ ഓഫാക്കിയിട്ട് തന്നെ ഇത് ചേർത്താൽ മതി. ഇനി നമ്മൾ സവാള ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാളനെ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ നേരെ പൊടിയിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 പച്ചമുളകിനെ നടുവിൽ കീറിയതും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് തക്കാളിയാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ചിക്കനിലേക്കും കൂടെ ഉപ്പിടണം കേട്ടോ. പിന്നെ നമുക്ക് ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോഴൊക്കെ നമ്മുടെ ഫ്ലെയിം ഓഫാണ് കേട്ടോ, നമ്മളിതുവരെ ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് കൈ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് നല്ല പോലെ തന്നെ മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ചട്ടിയുടെ ചൂടൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. കാരണം നമ്മൾ ഇത്രയും സാധനങ്ങൾ ഇടുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തണുപ്പുകൊണ്ട് തന്നെ ആ ചട്ടിയുടെ ചൂടൊന്നും നമുക്ക് വല്ലാണ്ട് അറിയില്ല. ഇനിയിപ്പോൾ പൊടികളിപ്പോൾ ചൂടാക്കിയാലേ ചട്ടി ചൂടുണ്ടാവും, അങ്ങനെയൊന്നും വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പോലെ ഇങ്ങനെ മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചിക്കൻ പീസ് എല്ലാം ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ട് എടുത്തതാണ്. ചിക്കൻ പീസ് ഇട്ട ശേഷം അതിനെ ഇതുപോലെ നല്ല പോലെ മിക്സ് ചെയ്തിട്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തും ആക്കാം. എന്നിട്ട് നമ്മളിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തു. ഇനി നമുക്ക് ഇതിനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യണം. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. നമ്മളിതിൽ വെള്ളം ഒഴിക്കുന്നില്ല, ഈ ചിക്കൻ തന്നെ വെള്ളം ഇറങ്ങി വരും. ആ വെള്ളത്തിൽ കിടന്നിട്ട് തന്നെ ഇത് കുക്കാവും. ഇനി അതല്ല നിങ്ങൾക്ക് അങ്ങനെ കുക്കാവാൻ ഒന്നുകൂടെ വേവുള്ള ചിക്കനൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒരൊറ്റ വിസിൽ അടുപ്പിച്ചാലും മതിയാവും. എന്നിട്ട് ഇതുപോലെ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ നല്ല പോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഈ ചിക്കന് പെട്ടെന്ന് വേവുന്ന ഒരു ടൈപ്പ് ചിക്കനാണ്. നമ്മളിപ്പോൾ ഇതിലൊട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിനൊന്ന് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നമ്മൾ എത്രത്തോളം ഒഴിക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കാം. തീ കൂട്ടി കൊടുത്ത ശേഷം അതിലിട്ടിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്യണം. അതേപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില നമ്മൾ എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റ് കൂടുതലേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എരിവോ എന്തെങ്കിലും കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കന് ആവശ്യത്തിന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയും ഡ്രൈ ആക്കണം എന്നുള്ളവർക്ക് ആക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് കുബൂസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടങ്ങ് ഡ്രൈ ആക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ആക്കാൻ ഇഷ്ടമുള്ളവർക്ക് ആക്കി കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ് റെഡിയാക്കാൻ വളരെ വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന, ബാച്ചിലേഴ്സിനും ഒക്കെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ അറിയിക്കാൻ മറക്കരുത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.